അവന്റെ പൊന്നാര പഞ്ചാരയിലെ ഐസുകുട്ടി. അതെല്ലോ. ആ അപ്പൊ അപ്പൂപ്പനോട് സത്യല്ലേ മോള് പറയുള്ളൂ? ഞാൻ എന്റെ അപ്പൂപ്പനോട് നുണ പറയുന്ന എന്തിനാ? എങ്കിൽ പറഞ്ഞു. മോളും ഋതു ആന്റി കൂടെ എവിടെ പോയതാ? ഞങ്ങൾ എന്റെ ഡാൻസ് ടീച്ചറിന്റെ വീട്ടില്. അല്ല, എന്തിനാ അവിടെ പോയത്? ഞാൻ പോയത് എനിക്ക് കിട്ടിയ ട്രോഫി കാണിക്കാനാ. പക്ഷെ ഋതു ആന്റി തൊട്ടുപോലെ തന്നെ മോളെ, എന്റെ മോളെന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങൾ മറ്റൊരാളുടെ കുഞ്ഞായി എനിക്ക് ജന്മം തരുന്നതിന് മുൻപ് വയറ്റിൽ വെച്ച് എന്നെ കൊല്ലായിരുന്നില്ലേ? നിങ്ങളെപ്പോലൊരു സ്ത്രീയുടെ മകളായിട്ട് ജനിച്ചു പോയത് എന്റെ ശാപം. നിങ്ങൾ എന്നെ പ്രസവിച്ചതല്ലേന്ന് അവകാശം പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്റെ മുൻപിൽ വന്നു പോരുത്. അത്രയ്ക്കും മറപ്പും വീർപ്പോ നിങ്ങളെ. സാറാകെ ടെൻഷനിലാണല്ലോ. ആനന്ദം പിള്ളയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. സാർ അയാളുടെ കാര്യം ഓർത്തിട്ടാണോ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? നീർക്കോലി കടിച്ചാലും അത്താഴം മുടക്കൊന്നും കേട്ടിട്ടില്ലേ? അവനൊന്നും പേടിയുണ്ടായിട്ടല്ല, പക്ഷെ അസ്വസ്ഥതയാ. അവനെനിക്ക് പ്രതിയോഗിയൊന്നുമല്ല. വഴിയിലും ഉള്ളു കിടപ്പുണ്ടെന്ന് കരുതി ആരെങ്കിലും വഴി കൂടി നടക്കാതിരിക്കോ സാർ? കാലിലും മുള്ളു തറച്ച അത് ഊരിക്കളയണം, അത്രേ ഉള്ളൂ. ഇവനൊക്കെ വെറും വാഷ് ഔട്ടാ. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടെന്നൊരു ചൊല്ലുണ്ട്. ഒരു കറപ്ഷനും ഇല്ലാത്തതാ എന്റെ രാഷ്ട്രീയ സേവനം. പിന്നെ ഞാൻ അവനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ആ, അത് സാറ് പറഞ്ഞതാ ശരി. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം, ആ വെല്ലുവിളിയോടെയാ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ തോറ്റുകൊടുത്ത അത് മഹാദേവവർമ്മ എന്ന വലിയ മനുഷ്യന്റെ തോൽവിയായിരിക്കും. ഇന്ന് വരെ തോറ്റിട്ടില്ല, ഇനി അങ്ങോട്ട് തോൽക്കാനും താല്പര്യമില്ല. ഞാൻ നിന്നെ കാത്തു നിൽക്കായിരുന്നു. എന്താച്ചാ? ഒരു കാര്യം പറയാനുണ്ട്. ഋതുമോള് ഐഷുമോളോടൊപ്പം പത്മാവതി മാഡത്തെ കാണാൻ പോയിരുന്നു. തൊട്ടുപോലെ തന്നെ പ്രസവിച്ചതല്ലേന്ന് അവകാശം പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്റെ മുൻപിൽ വന്നു പോരുത്. അത്രയ്ക്കും മറപ്പും വീർപ്പോ നിങ്ങളെ. പോവരുതെന്ന് ഞാൻ പറഞ്ഞതാ. അഡ്രസ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തതുമില്ല. നീ ഇനി വൈകരുത്. സത്യം ഋതുമോളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഒരു മകൾക്ക് വേണ്ടിയാ ആ പാവം ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചത്. മകളോടി കുറ്റപ്പെടുത്താൻ തുടങ്ങിയ ആ പാവം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒടുവിൽ നമ്മളെല്ലാവരും കരയേണ്ടി വരും. അച്ഛൻ സമാധാനായിട്ടിരിക്കെ, ഞാനിത് പരിഹരിക്കാം. ഞാൻ പല പ്രാവശ്യം ഋതികയോട് പല സിറ്റുവേഷനില് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയോ അംബിക വർമ്മയുടെ കളികളാ.
അവർക്ക് വർമ്മ സാറിനെയും പത്മാവതി അമ്മയും തമ്മിൽ അകറ്റേണ്ടത് അത് അവരുടെ ആവശ്യമായിരുന്നു. കാരണം സൂര്യമംഗലത്തെയും സാറിന്റെയും സ്വത്തുക്കള് അവർക്ക് അവരോടും അവരുടെ ആ മകനോടും മാത്രമേ സ്നേഹമുള്ളൂ. ഋതിക ആ മകനെ കെട്ടിച്ചു കൊടുത്ത് ഈ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ അംബിക പദ്ധതി ഇട്ടതാ. ആ പ്ലാൻ ദൈവം തന്നെ പൊളിച്ചു. പിന്നെ ഇത്രയും വിഷമവും മനസ്സിൽ സ്നേഹമുള്ള അച്ഛൻ എന്തിനാ ആ സ്ത്രീയെ സംശയിച്ചത്? ആ സംശയം അംബിക ക്രിയേറ്റ് ചെയ്തതാണെങ്കിലോ, ജീവന് തുല്യം സ്നേഹിച്ച മകള് പോലും തന്റേതല്ലെന്നറിയുമ്പോ ഏതൊരു മനുഷ്യനും അകന്നു പോവില്ലേ? ഏതൊരു ഭാര്യയും ആട്ടി പുറത്താക്കില്ലേ? അതുമല്ല, കോമൺ സെൻസ് കൊണ്ട് നമ്മൾ ചിന്തിച്ച ഒരു വലിയ സത്യം വ്യക്തമാ. എന്തിന് ജഗന്നാഥൻ അങ്കിളിനെ അംബിക വർമ്മ പൂട്ടിയിട്ടു? അതുമല്ല, ഒരു DNA ടെസ്റ്റ് നടത്താവുന്ന ആലോചന പണ്ട് വന്നപ്പോ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും ഈ അംബിക തന്നെ ആയിരുന്നില്ലേ? പ്രതാപനോടെ DNA ടെസ്റ്റ് നടത്താൻ പലരും പറഞ്ഞതാ. പക്ഷെ ഞാനാ എതിർത്തത്. കാരണേ ഇവളാ ജഗന്നാഥന്റെ മകളാണെന്ന് എനിക്കറിയായിരുന്നു.